നിന്റെ ജനത ഒന്ന് ചേർന്ന് നിന്റെ മാധ്യസ്ഥ്യം തേടുന്നു. യേശുവിൻ വചനം തിരുവചനം മർത്യരോടോതി നിർവഴിയൊരുക്കി വിശ്വാസത്തിൻ പൊൻപ്രഭ തൂകി വിശുദ്ധ സ്നാപക യോഹന്നാൻ. ഗലീലയുടെ ഭരണാധിപതിയും അന്നാഫാസ്, കയ്യഫാസ് എന്നിവർ പ്രധാന പുരോഹിതന്മാരും യോഹന്നാന് മരുഭൂമിയിൽ വെച്ച് ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായി. സ്നാപക യോഹന്നാനെ, എഴുന്നേൽക്കുക, നിന്റെ ദൗത്യം ആരംഭിക്കുക. ഈ ലോകത്തെ മുഴുവനും അന്ധകാര ശക്തികളിൽ നിന്ന് മോചിപ്പിക്കുവാനും പാപമോചനം എല്ലാവർക്കും നൽകുവാനുമായി വരാനിരിക്കുന്ന പ്രിയപുത്രൻ കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടി വഴിയൊരുക്കുവിൻ, അവന്റെ പാതകൾ നേരെയാക്കുവിൻ. യോഹന്നാൻ ഒട്ടകരോമങ്ങൾ കൊണ്ടുള്ള വസ്ത്രം ധരിച്ചിരുന്നു. അരയിൽ തോൽപ്പട്ട ചുറ്റിയിരുന്നു. വെട്ടുകിളികളും കാട്ടുതേനുമായിരുന്നു അവന്റെ ഭക്ഷണം. പാപമോചനത്തിനുള്ള അനുതാപത്തിന്റെ ജ്ഞാനസ്നാനം പ്രസംഗിച്ചുകൊണ്ട് സ്നാപക യോഹന്നാൻ യൂദയായിലേക്ക് നീങ്ങി. അവൻ ഇപ്രകാരം ഉദ്ഘോഷിച്ചു: മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. താഴ്വരകൾ നികത്തപ്പെടും, കുന്നും മലയും നിരത്തപ്പെടും. അപ്പോൾ യേശു യോഹന്നാനിൽ നിന്നും സ്നാനം സ്വീകരിക്കുവാൻ ഗലീലയിൽ നിന്നും ജോർദാൻ നദിക്കരയിലേക്ക് വന്നു. ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. എന്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇവനെ പറ്റിയാണ്. കാരണം എനിക്ക് മുൻപ് തന്നെ ഇവൻ ഉണ്ടായിരുന്നു, ഞാനും ഇവനെ അറിഞ്ഞിരുന്നില്ല. എന്നാൽ ഇവനെ ഇസ്രായേലിന് വെളിപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്, ജലത്താൽ സ്നാനം നൽകുന്നത്. ഞാൻ നിന്നിൽ നിന്നും സ്നാനം സ്വീകരിക്കേണ്ടിയിരിക്കെ നീ എന്റെ അടുത്ത് വന്നിരിക്കുന്നു. ഇപ്പോൾ ഇത് സമ്മതിക്കുക. അങ്ങനെ സർവനീതിയും പൂർത്തീകരിക്കുക നമുക്ക് ഉചിതമാണ്. ഇവൻ എന്റെ പ്രിയപുത്രനാകുന്നു, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഇവൾ ആരാണ്? എന്റെ ഭാര്യയായ ഹേരോദിയയാണ്. അല്ല, ദൈവത്തിന് നിരക്കാത്ത പച്ചക്കള്ളം. നിന്റെ ഭാര്യയല്ല. നിന്റെ അന്തഃപുരത്തിലിരുന്ന് ഗലീലയിലെ ഓരോ പിഞ്ചു കുഞ്ഞുങ്ങൾക്കും അമ്മയാകേണ്ട ആ പുണ്യവതി എവിടെ? അവളാണ് ഇവൾ. ഇവളോ? ഇവൾ നിന്റെ സഹോദരനായ ഫിലിപ്പോസിന്റെ ഭാര്യയല്ല. രാജാവിനെ നീ ഭരിക്കാൻ പഠിപ്പിക്കേണ്ട. ശബ്ദിക്കരുത്. ഇനി ഒരക്ഷരം മിണ്ടിയാൽ നിന്റെ ശിരസ് ഇവിടെ വീഴും. പാപത്തിന്റെ വിഴുപ്പായ കിരീടം വെച്ചിരിക്കുന്ന ഹെരോദോസേ, ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്ന ദൈവത്തിന്റെ പ്രവാചകനെ ഭയപ്പെടുത്താൻ നോക്കേണ്ട. നിന്റെ സഹോദരൻ ഫിലിപ്പോസ് എവിടെ? അറിഞ്ഞുകൂടെങ്കിൽ ഇവളോട് ചോദിക്കൂ, ഇവൾ പറയും. അധികാരത്തിന്റെ അപ്പകഷ്ണം മോഹിച്ച് സ്വന്തം ഭർത്താവിനെ വരെ ഇല്ലാതാക്കാൻ ശ്രമിച്ച ഈ രാജസ്ത്രീയോട് എനിക്ക് മരിക്കാൻ പേടിയില്ല. പക്ഷെ ഹെരോദോസേ, നിന്റെ അന്തഃപുരത്തിൽ ഒരു മരണദൂതന്റെ ചിറകടി ശബ്ദം ഞാൻ കേൾക്കുന്നു. മതോന്മത്തിയായ ബാബിലോണിന്റെ പുത്രി, നീ ദൈവത്തിന്റെ അരുളപ്പാട് കേൾക്കും. ഈ ജനം നിനക്കെതിരായി തിരിയും, അവർ നിന്നെ കല്ലെറിയും. അതിനു മുൻപായി നിന്റെ ശിരസ് ഇവിടെ വീഴും. മരുഭൂമിയിൽ നീ മിടുക്കിയാണ്. ഈ രാജ്യത്തിന്റെയും എന്റെയും അഭിമാനം. ചോദിക്കൂ മകളെ, എന്താണ് ഞാൻ നിനക്ക് തരേണ്ടത്? എന്തു വേണം? ഈ ഇരിക്കുന്ന സകല പ്രമാണിമാരെയും സാക്ഷ്യം നിർത്തി ഞാൻ പറയുന്നു.
സ്നാപക യോഹന്നാന് നഷ്ടമായത് തന്റെ ജീവിതമാണ്. ഇതുപോലെ തിന്മകൾക്കെതിരെ പോരാടാനും സത്യത്തിനു വേണ്ടി ജീവൻ ബലി കഴിക്കാനും ഉള്ള ശക്തി ലഭിക്കാൻ വിശുദ്ധ സ്നാപക യോഹന്നാന്റെ മാധ്യസ്ഥം നമുക്ക് വിളിച്ചപേക്ഷിക്കാം.